ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തരകർമ്മീയ ആത്മീയതയുടെ 158ാമത്തെ സെഷനാണല്ലോ ഇത്. 5ാം സ്ഥാനത്തെക്കുറിച്ച് 21ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 5ാം സ്ഥാനത്തെക്കുറിച്ചുള്ള 4ാമത്തെ അധ്യായത്തിന്റെ 5ാമത്തെ ഖണ്ഡികയിലേക്കാണ് ഇവിടെ നമ്മൾ കടന്നു വരുന്നത്. ആദ്യത്തെ 4 ഖണ്ഡികളിലായിട്ട് അമ്മ ത്രേസ്യ പട്ടുനൂൽപ്പുഴു ചതുസർപ്പമായി തീരുന്ന ആ ഒരു ഉദാഹരണ ഉപമ പറഞ്ഞത് തക്കാലം ഒന്ന് നിർത്തിയിട്ട് വേറൊരു ഉപമയിലേക്ക് അടക്കം നമ്മൾ കാണുകയായിരുന്നു. വിവാഹ നിശ്ചയത്തിന്റെ, വിവാഹ കൂടിക്കാഴ്ചയുടെ ഉപമ. അതിലൂടെ അമദ്രസ കടന്നു കൂട്ടിക്കൊണ്ട് വരികയാണ്. ഒരു കൂടിക്കാഴ്ചയുടെ അനുഭവം അവിടെ നിന്ന് അനുവദിക്കുന്നുവെന്ന്, ആത്മാവും ദൈവവുമായിട്ട് കൂടിക്കാഴ്ച ദൈവം അനുവദിക്കുമെന്ന് അമദ്രസ പറഞ്ഞു. 5ാമത്തെ ഖണ്ഡിക, ഏതാദൃശ ന്യായത്താൽ ക്രൈസ്തവ ആത്മാക്കളെ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ന്യായം കൊണ്ട്, ഏത് ന്യായമാണ്? ഇങ്ങനെ കൂടിക്കാഴ്ച നടത്തി ഒത്തുകല്യാണത്തിൽ ഒരുങ്ങാം, വിവാഹ വാഗ്ദാനത്തിലേക്ക് വരാം എന്നൊരു വ്യക്തതയിലേക്ക് ആത്മാവ് വന്നു, തമ്പുരാനും വന്നു. ഇനി ഈ അവസ്ഥയിൽ ദൈവമല്ലാതെ വേറെ ഒന്നിലേക്കും ആത്മാവിന് പക്ഷമുണ്ടാകാൻ താല്പര്യപ്പെട്ടു പോകാൻ പാടില്ല. എല്ലാം തമ്പുരാന് വേണ്ടി മാത്രമായിട്ട് അങ്ങനെ ആയിരിക്കണം. അങ്ങനെ പതറിപ്പോയാൽ എല്ലാം നഷ്ടപ്പെടും. ഇത് പറഞ്ഞിട്ട് മനസ്സിൽ പറയാണ്, ഈ ന്യായത്താൽ ക്രൈസ്തവ ആത്മാക്കളെ നിങ്ങളുടെ പ്രയാണത്തിന് കർത്താവ് നിങ്ങളെ ഇത്രയും കൊണ്ടുവന്നിരിക്കുന്ന സ്ഥിതിക്ക് അവിടുത്തെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ അനാസ്ഥ പ്രദർശിപ്പിക്കാതെ പാപകരമായ സന്ദർഭങ്ങളെ വിട്ടകലുക. ഇനി അലംഭാവം കാണിക്കരുത്, അനാസ്ഥ കാണിക്കരുത്, ഇനി ഒരു പാപത്തിൽ പോയി വീഴാനിട വരരുത്. അതിന്റെ സാഹചര്യങ്ങളെ നിങ്ങൾ വിട്ടകലണം. സാഹചര്യങ്ങളെ വിട്ടകലണം നമുക്ക് പറയണം. കാരണം സുരക്ഷിതമായി അവയെ നേരിടാൻ വേണ്ടുന്ന അത്ര ധർമ്മധീരത ഈ പദവിയിൽ പോലും ആത്മാവിന് സിദ്ധിച്ചിട്ടില്ല. ഏത് സാഹചര്യത്തിൽ ചെന്നാൽ ഇനി ആ പാപത്തിൽ വീഴില്ല, പാപം ചെയ്യാതെ പോകും എന്ന് എടുക്കാൻ മാത്രമുള്ള കരുത്തൊന്നും ആത്മാവിന് ഈ അവസ്ഥയിലായിട്ടില്ല. അതുകൊണ്ട് സാഹചര്യങ്ങൾ തന്നെ ഒഴിവാക്കണം എന്ന് മതസ്ഥ പറയുകയാണ്. വിവാഹ നിശ്ചയം ചെയ്ത ശേഷം അതിന് പ്രാപ്തി ഉണ്ടായിരിക്കാം. വിവാഹ വാഗ്ദാനം കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആത്മാവിന് പാപത്തോട് പറയാൻ ഇച്ചിരി സുരക്ഷിത കിട്ടും. പക്ഷെ ഇപ്പൊ അത്ര ആയിട്ടില്ല. അതായത് ഇതിന് ശേഷം വിവരിക്കാൻ പോകുന്ന സദനത്തിൽ, അതായത് 6ാം സദനം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത്ര എളുപ്പത്തിൽ പാപത്തിലേക്ക് തിരിയാനായിട്ട് പറ്റുകയില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ സൂക്ഷിക്കണം. ഒരൊറ്റ നോട്ടത്തിന്റെ സംസർഗം മാത്രമേ നടന്നു കഴിഞ്ഞിട്ടുള്ളല്ലോ. ഒരു കൂടിക്കാഴ്ച മാത്രമേ നടന്നുള്ളൂ. പെണ്ണ് കാണാൻ വന്നു, പെണ്ണ് കണ്ടു, പെൺചെറുക്കന് ഇഷ്ടപ്പെട്ടു, അത്രേ ആയുള്ളൂ. വിവാഹ വാഗ്ദാനം നടക്കാൻ പോകുന്നതേ ഉള്ളൂ. വാഗ്ദാനം നടത്തി കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടുപോകാൻ എളുപ്പമല്ല. അത് വിട്ടുപോകാതിരിക്കാനാണല്ലോ പരസ്യമായിട്ട് വാഗ്ദാനം ചെയ്യുന്ന കല്യാണത്തിന്റെ സാഹചര്യത്തിൽ. എന്ന് പറഞ്ഞാൽ ആത്മീയ മേഖലയിലും 6ാം സ്ഥാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വിട്ടുപോകാൻ മേലാത്തവരൊരു അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ്. പക്ഷെ ഇവിടെ ഒരു കൂടിക്കാഴ്ച നടത്തിയതേ ഉള്ളൂ. ആത്മാവിന് ഒത്തിരി ആഗ്രഹമുണ്ട് ദൈവത്തെ സ്വന്തമാക്കണം. ഏതാണ്ട് മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ടുണ്ട്, തമ്പുരാനും ഉറപ്പിച്ചിട്ടുണ്ട്, ഇവിടെ എനിക്ക് സ്വന്തമാക്കാൻ എൻ്റെതായിട്ട് മാറും. പക്ഷേ ഇനി സൂക്ഷിച്ചില്ലെങ്കിൽ ആലോചന മാറിപ്പോകാം. വിവാഹബോധം നടക്കണമെന്നില്ല എന്ന് പറയുന്നത് തന്നെ. ഒരൊറ്റ നോട്ടത്തിന്റെ സംസർഗം മാത്രമേ നടന്നു കഴിഞ്ഞിട്ടുള്ളല്ലോ. പോരെങ്കിൽ പിശാച് ആത്മാവിനെ ആക്രമിക്കുവാനും ഈ വിവാഹ നിശ്ചയത്തിന് വിഘ്നമുണ്ടാക്കാനും സർവ്വശ്രമവും ചെലുത്തിക്കൊണ്ട് ചുറ്റി നടക്കാതിരിക്കുകയില്ല. പിശാചിന് മനസ്സിലാവുകയാണ് ഈ ആത്മാവ് നഷ്ടപ്പെടുകയാണ്. അവിടെ എങ്ങനെയെങ്കിലും ഇപ്പൊ പരിശ്രമിച്ചെങ്കിലേ ഇത് ഉറപ്പാൻ പറ്റുള്ളൂ. കല്യാണം നടന്നേക്കും, ഒത്തുകല്യാണത്തിലേക്ക് പോകുന്നത് കാണുമ്പോൾ കല്യാണം നടക്കരുതെന്ന് വിചാരിച്ചൊരു പെൺകുട്ടിയുടെ മേൽ പ്രണയമുള്ള വേറൊരു മനുഷ്യനുണ്ടെങ്കിൽ അയാള് ഈ ആലോചന മുന്നോട്ട് പോവുകയാണ്, ഒത്തുകല്യാണത്തിൽ തീരുമാനിക്കാൻ പോവുകയാണെന്ന് അറിയുമ്പോഴേ അത് ഉറപ്പിക്കളയാൻ മാക്സിമം നോക്കും. എന്ന് പറഞ്ഞതുപോലെ സാത്താൻ ഈ അവസരത്തിൽ മാക്സിമം നോക്കുകയാണ്. കാരണം ഒത്തുകല്യാണം നടത്തി കഴിഞ്ഞാൽ പിന്നെ അത്ര പുറകോട്ട് പോവുകയല്ല, കല്യാണം നടത്തിയാൽ പിന്നെ കിട്ടുകയില്ല. അതുകൊണ്ട് ഉറപ്പം നോക്കുന്ന പോലെ സാത്താൻ കുറെ കൂടി കഴിഞ്ഞ ആത്മാവ് ദൈവമണവാളിന് പൂർണ്ണ വിധേയമായി തീരുമ്പോഴാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ അവൻ തുനിയുകയില്ല, പിന്നെ നടക്കുകയാണ്. പിശാചിന് അത്ര മെനക്കെടില്ല. കാരണം ആ നില പ്രാപിച്ച ഒരു ആത്മാവിനെ അവന് ഭയമാണ്. കാരണം ദൈവത്തിന്റെ സ്വന്തമായി ബെട്രോത്തിൽ വിവാഹ നിശ്ചയം നടത്തി കഴിഞ്ഞു, സ്വന്തമാവുകയാണ്. പിന്നെ ആത്മാവിനടുത്ത് അവന് പേടിയാണ്. നമ്മൾ പറയുന്നത് അനുഭവത്തിൽ നിന്ന് അവനറിയാം അത്തരം വേലയ്ക്ക് ഇറങ്ങുന്നത് കൊണ്ട് തനിക്ക് തന്നെ വളരെ നഷ്ടവും ആത്മാവിന് മികച്ച ലാഭമായിരിക്കും ഫലമെന്ന്. അത്ര ഒരു ആത്മീയ വിവാഹ നിശ്ചയം നടത്തി കഴിഞ്ഞു, അല്ല വിവാഹം തന്നെ നടന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ അങ്ങോട്ട് അടുക്കുകയല്ല, അവന് തന്നെ നഷ്ടം വരുള്ളൂ. മാത്രം അവൻ എന്ത് ചെയ്താലും ആത്മാവ് ലാഭമാവുള്ളൂ താൻ. അതുകൊണ്ട് അവൻ അങ്ങോട്ട് അടുക്കുകയല്ലെന്ന് മതത്തെ പറയുകയാണ്. 6ാം ഖണ്ഡിക,
എൻ്റെ പുത്രിമാരെ, നിരവധി വൈതരണികൾ കടന്ന് ഈ പദവിയിൽ എത്തിച്ച ആളുകളെ പിശാച് അതീവ വിദഗ്ധമായ തന്ത്രങ്ങൾ കൊണ്ട് പിന്തിരിപ്പിച്ച് വീണ്ടും വശത്താക്കിയതായി എനിക്കറിയാം. പക്ഷേ സുരക്ഷിതമാണെന്ന് കരുതൽ സൂക്ഷിക്കണം. ഇതിനു വേണ്ടി നരകശക്തി മുഴുവനും സംഘടിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ പലപ്പോഴും ആവർത്തിക്കുന്നതാണല്ലോ, ഇതിൽ നിന്ന് കേവലം ഒരു ആത്മാവിന്റെ മാത്രമല്ല നിസ്സംഖ്യം ആളുകളുടെ നാശമാണ് സംഭവിക്കുന്നതെന്ന്. കാരണം 5 ശതമാനം വരെയൊക്കെ വന്ന ഒരു വ്യക്തിയെ, ആ വ്യക്തി കുറെ എല്ലാ ആൾക്കാരുടെ മുമ്പിൽ പരസ്യമായിട്ട് പ്രാർത്ഥനയെക്കുറിച്ച് പറയുകയും ആത്മീയമായിട്ട് നയിക്കുകയും ശുശ്രൂഷ വ്യാപരിക്കുകയും എല്ലാം ചെയ്യുന്ന അവസ്ഥയിലായിരിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ തകർക്കാൻ പറ്റിയാൽ ആ വ്യക്തിയെ മാത്രമല്ല അനേകം ആത്മാക്കളെ നാശത്തിലേക്ക് എത്തിക്കാനായിട്ട് വഴിതിരിക്കാൻ പിശാചിന് പറ്റും. അവിടെ പിശാച് മാക്സിമം ഇവിടെ പരിശ്രമിക്കും. ഇക്കാര്യത്തിൽ അവർ നല്ല പരിചയമുണ്ട്. ഒരൊറ്റയാളിന്റെ സ്വാധീന ശക്തിയെ ഉപകരണമാക്കി ദൈവം തന്റെ പക്കലേക്ക് ആനയിക്കുന്ന എണ്ണമില്ലാത്ത ആത്മാക്കളുടെയും വേദസാക്ഷികൾ മനസ്സന്തരപ്പെടുത്തിയ ആയിരങ്ങളുടെയും കാര്യം ഓർമ്മിച്ചാൽ അവിടുത്തെ സ്തുതിക്കാൻ നമുക്ക് വളരെ ന്യായമുണ്ട്. ഇങ്ങനെ കയറി വരുന്ന ഏതെങ്കിലും ഒറ്റ വ്യക്തി മതി അനേക ആയിരങ്ങൾ ദൈവത്തെങ്കിലേക്ക് വരും. അത് ഓർക്കുക, നമുക്ക് ദൈവത്തിന് എന്തുമാത്രം നന്ദി പറഞ്ഞാൽ അധികം ആവുകയില്ല. ഒരൊറ്റ വ്യക്തിയിലൂടെ തന്നെ അതുപോലെ പിശാചിന് നഷ്ടം, ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നുണ്ട്. വിശുദ്ധ ഉർസുലായെ പോലെ കേവലം ഒരു അബലയുടെ കാര്യം സ്മരിക്കുക. മദ്രസ്യ അന്ന് ഏറ്റവും അറിയപ്പെടുന്ന ഒരു അറിയാവുന്ന വിശുദ്ധ ഉർസുല, വിശുദ്ധ ഡൊമിനിക്, വിശുദ്ധ ഫ്രാൻസിസ് മുതലായ സഭാ സ്ഥാപകന്മാർ മൂലം പിശാചിന് നഷ്ടപ്പെട്ടവരും കമ്പനി സൊസൈറ്റി ഓഫ് ജീസസ്, ഈശോ സഭ ആരംഭിച്ച ഇഗ്നേഷ്യസ് അച്ഛൻ നിമിത്തം ഇപ്പോൾ അവന്റെ പിടിവിട്ടു പോകുന്നവരും എത്രയെത്ര. മദ്രസയുടെ കാലത്ത് തന്നെ ഇഗ്നേഷ്യസ് ലയോള ഇറങ്ങി ഈശോ സഭ സ്ഥാപിച്ച് സൊസൈറ്റി ഓഫ് ജീസസ് സ്ഥാപിച്ച് അനേകര് അങ്ങനെ ദൈവത്തിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം മദ്രസ ഒറ്റ വ്യക്തിയുടെ എന്തുമാത്രം നന്മയാണ് ദൈവത്തിന് അല്ല ദൈവരാജ്യത്തിലേക്ക് എന്തുമാത്രം ആൾക്കാർ അടുത്ത് വരുന്നത്. അവരെല്ലാവരും നാം വായിച്ചറിയുന്ന പോലെ ഇതുപോലുള്ള അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവരാണെന്ന് സ്വവിദിതമാണല്ലോ. ഇങ്ങനെയൊക്കെ അനുഗ്രഹം പ്രാപിച്ചിട്ടാണ് അവർക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിച്ചത്. സ്വന്തം കുറ്റം കൊണ്ട് മഹത്തായ ഈ ദിവ്യ വിവാഹ നിശ്ചയത്തിന് വിഘ്നം വരുത്താതിരിക്കാൻ സർവ ശ്രദ്ധയും ചെലുത്തുകയല്ലാതെ മറ്റെന്താണ് അവർ ചെയ്തത്? അവരിങ്ങനെ കയറി വന്നു, ഈ സദനങ്ങൾ ഓരോന്ന് കടന്ന് വന്നു. ആ അവസരത്തിൽ അവര് ഒരു തെറ്റ് വരാതിരിക്കാൻ, വീഴ്ച വരാതിരിക്കാൻ, ഇടർച്ച വരാതിരിക്കാൻ, പുറകോട്ട് പോകാതിരിക്കാൻ, ആത്മാക്കളിൽ നാശം ഉണ്ടാക്കാതിരിക്കാൻ സർവ്വ ശ്രദ്ധയും പുലർത്തിയിരുന്നു എന്ന മദ്രസ പറയുകയാണ്. അതാണ് അവർ ചെയ്തത്. എൻ്റെ പുത്രിമാരെ, അക്കാലത്തെ പോലെ തന്നെ ഇന്നും നമുക്ക് അനുഗ്രഹം നൽകാൻ കർത്താവ് എന്തുമാത്രം സന്നദ്ധനായിരിക്കുന്നു. അപ്പൊ അവരിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം വർഷിച്ചത് തന്നെ ഇന്നും ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിക്കാനായിട്ട് തയ്യാറായിട്ടാണ് ആയിരിക്കുന്നത്. അവ പ്രാപിക്കുവാൻ ആഗ്രഹിക്കേണ്ടത് ഒരു വിധത്തിൽ നമുക്ക് കൂടുതൽ ആവശ്യമായിരിക്കുകയാണ്. നമ്മൾ കൂടുതലായിട്ട് ആഗ്രഹിക്കണം അങ്ങനെ പ്രാപിക്കാൻ. അത് നമുക്ക് ഇന്ന് കൂടുതൽ ആവശ്യമാണ്. കാരണം അവിടുത്തെ ബഹുമാനത്തെക്കുറിച്ച് തീക്ഷ്ണതയുള്ളവർ അന്നത്തേക്കാൾ ഇന്ന് കുറവത്രയും. അന്നത്തെ കാലത്ത് ഇത്ര അനേകം വിശ്വസ്തർ ഇങ്ങനെ തീക്ഷ്ണത ഇറങ്ങി തിരിച്ചിരുന്നു. ഇന്ന് അത്രയും പേരില്ല. അവിടെ നമ്മൾ കൂടുതലായിട്ട് അങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് വന്ന് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് നമ്മൾ മുന്നോട്ട് ഇറങ്ങുക തന്നെ ചെയ്യണം എന്ന് മദ്രസ പറയുകയാണ്. കാരണം അവിടുത്തെ ബഹുമാനത്തെക്കുറിച്ച് തീക്ഷ്ണതയുള്ളവർ അന്നത്തേക്കാൾ ഇന്ന് കുറവത്രയും. നമ്മിൽ മികച്ചു നിൽക്കുന്ന സ്വാർത്ഥതയും സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കാനുള്ള പ്രവണതയുമാണ്. നമ്മൾ അനേകം ആത്മീയ മേഖലയിൽ പോകുന്നുണ്ടെങ്കിലും നമുക്കൊക്കെയുള്ള ഒന്നാമത്തെ ചിന്ത നമ്മുടെ സ്വന്തം താല്പര്യങ്ങള്, സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുക, അതിനുവേണ്ടി അങ്ങനെ തത്രപ്പെട്ട് പോവുകയാണ്. പൗലോസ് പറഞ്ഞതുപോലെ എല്ലാവരും അന്വേഷിക്കുന്ന സ്വന്തം കാര്യമാണ്, ഈശോയുടെ കാര്യമല്ല. തിമോത്തിയോസ് അങ്ങനെ അല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഫിലിപ്പിയർ 2 പറയുന്നത് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ മദ്രസ പറയുകയാണ്. ആ കാലഘട്ടത്തിൽ ഒത്തിരി ഉണ്ട്. ആത്മീയ മേഖലയിൽ, പ്രാർത്ഥനാ മേഖല, സന്യാസ മേഖല കടന്നു വരുന്ന അനേകർക്ക് പിന്നെയും താല്പര്യം സ്വന്തം താല്പര്യങ്ങളാണ്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി വാദിക്കുക, പറയുക, തർക്കിക്കുക, അങ്ങനെ പോവുകയാണ്. എന്തൊരു ഭീമ അബദ്ധം! അത്തരം അന്ധതയിൽ നമ്മൾ നിബന്ധിക്കാതെ കർത്താവ് കാരുണ്യവർ നമ്മെ കാത്തുകൊള്ളട്ടെ. ഇത്രയും വന്നിട്ട് ഇനി നമ്മൾ സ്വന്തം കാര്യങ്ങൾ താല്പര്യത്തോടെ ഒന്നും പോകുന്ന അബദ്ധത്തെ കാഴ്ചന്ന് പെടരുത്. 7ാമത്തെ ഖണ്ഡിക, ചോദ്യം ഉന്നയിക്കാവുന്നതായി അഥവാ സംശയം അവശേഷിക്കുന്നതായി ഇവിടെ 2 സംഗതികളുണ്ട്. ഒന്ന്, ആത്മാവ് മേൽ വിവരിച്ചതുപോലെ ദൈവതിരുമനസ്സിന് പൂർണ്ണ വിധേയാണെങ്കിൽ അവൾ വഞ്ചനയിൽ ഉൾപ്പെടുന്നത് എങ്ങനെ? ഇത്രയും വരുന്നതിന് മുമ്പ് തന്നെ മദ്രസ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്. സ്വന്തം ഇഷ്ടത്തെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവം ഇതുപോലെ വെളിപ്പെടുത്തുകയുള്ളൂ, തന്നോട് ചേർത്ത് പിടിക്കുകയുള്ളൂ. മദ്രസ അതുമുതലേ പറയുന്നതാണ്. ആ ഒരു സ്വയം ശൂന്യമാക്കലിന്റെയും സ്വയം ഉപേക്ഷിക്കലിന്റെയും അതുപോലെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നതിന്റെയും ഒരു പ്രത്യേക പദവി തന്നെ കടന്നവരാണ് ഈ സ്റ്റേജിലുള്ളവർ.
അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ വഞ്ചനയിൽ ഉൾപ്പെടെ ഇടവരുമോ? ഒരു വ്യക്തി സ്വയം വഞ്ചിക്കാൻ ഇടവരുമോ? സ്വന്തം ഇഷ്ടം നിറവേറ്റുവാൻ അവൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലല്ലോ. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ട്, നിങ്ങളുടെ ആത്മാക്കൾക്ക് നാശം സംഭവിക്കത്തക്ക വണ്ണം പിശാച് ഉൾപ്രവേശിക്കുന്ന ആപൽക്കരമായ മാർഗം ഏതാണ്? പിശാച് ഇനിയും കെണി വെക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവൻ എതിലൂടെ കയറുന്നത്, അവൻ എങ്ങനെ കയറാൻ പറ്റും? ആ മാർഗം എന്താ? ഈ രണ്ട് ചോദ്യങ്ങളാണ് മദ്രസ പറയുകയാണ്. നിങ്ങൾക്ക് സംശയമായിട്ട് വരാം ഈ അവസ്ഥയിൽ. സൂക്ഷിക്കണമെന്ന് പറയുമ്പം ഇങ്ങനെ സൂക്ഷിക്കേണ്ട ആവശ്യം ഇത്ര ഉണ്ടോ? ലോകത്തിൽ നിന്നും വളരെ അകന്നും കൂദാശകളോട് എത്രയും അടുത്തുമാണല്ലോ നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ സഹവാസം മാലാഖമാരുടെ കൂടെ ആണെന്ന് തന്നെ പറയുകയും ചെയ്യാം. കർത്താവിന്റെ കാരുണ്യത്താൽ നിങ്ങളിൽ ആർക്കും സകല കാര്യങ്ങളിലും അവിടുത്തെ ശുശ്രൂഷിക്കണമെന്നും പ്രസാദിപ്പിക്കണമെന്നും അല്ലാതെ മറ്റ് യാതൊരു താല്പര്യവുമില്ല. ഇതൊക്കെയാണ് നിങ്ങളുടെ അവസ്ഥ. ദൈവത്തോട് കൂടിയാണ്, വിശുദ്ധരുടെ കൂട്ടായ്മയിലാണ്, മാലാഖമാരുടെ സഹവാസത്തിലാണ്. എല്ലാ കാര്യങ്ങളും ദൈവത്തെ ശുശ്രൂഷിക്കണമെന്ന് സ്നേഹിക്കണം അദ്ദേഹം ആഗ്രഹമുള്ളതെല്ലാം അങ്ങനെയാണ്. ലോകകാര്യങ്ങളിൽ മുഴുകിക്കിടക്കുന്നവരൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നെങ്കിൽ അത്ര അതിശയിക്കാനില്ലെന്ന് നിങ്ങൾ പറയാം. ഇങ്ങനെ അങ്ങനെ നടക്കുമ്പോൾ എങ്ങനെയാണ് വീഴ്ച വരിക? ലോകത്തിന്റെ കാര്യങ്ങൾ മുഴുകി ഓടി നടക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ തെറ്റ് സംഭവിക്കാൻ, വീഴ്ച വരാം. പക്ഷെ നമ്മൾ ഇത്രയും തമ്പുരാന് വേണ്ടി കൊടുത്ത് ഇതാണല്ലോ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യ അവസ്ഥയല്ല. ഇനി എന്നൊരു വീഴ്ച ഉണ്ടാകുമോ എന്ന് നിങ്ങൾ ചിന്തിക്കാം. നിങ്ങളുടെ ചോദ്യങ്ങളിൽ യുക്തി ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. ദൈവം നമ്മോട് വളരെ കരുണ കാണിച്ചിട്ടുണ്ട്, ശരിയാണ്. എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ യൂദാസ് കറിയാത്തെ പറ്റി പറയാൻ വീണ്ടും, യൂദാസിനും സ്ത്രീഹന്മാരുടെ സഹവാസം ഉണ്ടായിരുന്നുവെന്നും ദൈവത്തോട് തന്നെയും അയാൾ സദാ സംസർഗം ചെയ്തിരുന്നുവെന്നും അവിടുത്തെ അമൃത വചനങ്ങൾ കേട്ടിരുന്നുവെന്നും ഓർമ്മിക്കുമ്പോൾ മേൽ പറഞ്ഞതിലൊന്നും ഭദ്രതയില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യൂദാസ് കറിയാത്ത ഇതുപോലെ തന്നെ വിശുദ്ധ അപ്പസ്തലന്മാരുടെ സഹവാസത്തിലായിരുന്നു, നിരന്തര ശുശ്രൂഷയിലായിരുന്നു, ഈശ്വര സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ടായിരുന്നു. എന്നിട്ടും യൂദാസിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ കയറാനിട വന്നു, സ്വന്തം വഴിക്ക് പോകാനിട വന്നു, ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് അതിനോട് നോ പറഞ്ഞു. അങ്ങനെ ഒരു അപകടത്തിലേക്ക് ചെന്നപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ ഇത്രമായി എന്നുള്ളത് നമുക്കൊരു ഭദ്രതയാണെന്ന് വിചാരിക്കേണ്ട എന്ന് മദ്രസ പറയുകയാണ്. 8-ാം ഖണ്ഡിക 1-ാം ചോദ്യത്തിന് എനിക്കുള്ള മറുപടി ഇതാണ്: ദൈവ തിരുമനസ്സിന് ഈ ആത്മാവ് അനുസ്യൂതം വിധേയയായി തുടരുന്നെങ്കിൽ അവൾ നാശത്തിൽ ഉൾപ്പെടുകയില്ലെന്ന് തീർച്ച തന്നെ. പക്ഷേ പിശാച് മഹാസൂത്രശാലിയാണ്. അജയ്യമായ തന്ത്രങ്ങളും കൊണ്ടാണ് അവൻ അടുത്ത് കൂടുന്നത്. നന്മയുടെ ഭാവത്തിൽ അല്പാൽപ കാര്യങ്ങളിൽ അവൻ അവളെ വഞ്ചിക്കുകയും ചില അടവുകളിൽ പിശകൊന്നുമില്ലെന്ന് ധരിപ്പിച്ചു തുടങ്ങുകയും ചെയ്യും. ക്രമേണ ബുദ്ധി ഇരുളടയുകയും മനസ്സ് ബലഹീനമാവുകയും സ്വാർത്ഥ സ്നേഹം വളരുകയുമായി. തുടർന്ന് ദൈവേഷ്ടത്തിൽ നിന്ന് ശത്രു അവളെ വേർപെടുത്തി അവളുടെ സ്വന്തം ഇഷ്ടത്തിൽ കൊണ്ടുവന്ന് ഉറപ്പിക്കുകയും ചെയ്യും. ഇവിടെ അടിസ്ഥാനപരമായ കാര്യം സ്വയം ഉപേക്ഷിക്കുക. നമ്മൾ മദ്രസ ആവർത്തിച്ച് പറഞ്ഞ് നമ്മൾ ബോധ്യപ്പെട്ട് വരുന്ന കാര്യമാണ്. ആത്മീയത്തിൽ വളരെ ആഗ്രഹിക്കുന്ന വ്യക്തി ഈശോ പറഞ്ഞ പോലെ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന സ്വയം ഉപേക്ഷിക്കുക. കുരിശെടുത്ത് ഒരു ദിവസം അന്നതിനെ എന്നെ അനുഗമിക്കുക. അപ്പൊ സ്വയം ഉപേക്ഷിക്കരുത്. അതുകൂടാതെ ഒട്ടും നടക്കുകയാണ്. അപ്പൊ സ്വന്തം മനസ്സ് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുകയും ദൈവത്തിന്റെ മനസ്സ് തന്നിലേക്ക് എടുത്തു വെക്കുകയും ചെയ്യുക എന്നുള്ള ചിട്ട നിർബന്ധം. ദൈവത്തിന്റെ ഇഷ്ടമല്ല വേറെ ഒന്നും എനിക്ക് വേണ്ട എന്നുള്ള സമ്പൂർണ്ണ മനസ്സിന്റെ ഉറപ്പ്, സമർപ്പണം. ഇതിലാണ് കാര്യം മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് സാത്താൻ കെണിവെക്കാൻ നോക്കുന്നത്. കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊക്കെ ഇത് ഇങ്ങനെ അങ്ങ് പോയാലും കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്തത് നല്ലതാണ്, അതിനകത്ത് കുറവ് പോരായ്മ ഒന്നുമില്ല. അങ്ങനെ ചെറിയ കാര്യങ്ങൾ സ്വന്തം വഴിക്ക് പോകാനുള്ള പ്രേരണ ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ അങ്ങനെ വഴി തെറ്റിച്ചിട്ട് ദൈവത്തിന്റെ ഇഷ്ടം അല്പം മാറ്റി വെക്കുന്നത്. അല്പം സ്വാർത്ഥ സ്നേഹം, സ്വന്തം പദ്ധതി, സ്വന്തം പ്ലാന്, സ്വന്തം പ്രതാപം, തൃപ്തി, അത് കാര്യങ്ങളിലേക്ക് പയ്യെ ആയിട്ട് വഴി തെറ്റുകാണെന്ന് അറിയുമ്പോലും ചെയ്യാത്ത രീതി സാത്താൻ കൊണ്ടുപോകാനായിട്ട് ഇടവരുത്തും. അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന് വേർപെട്ടു പോകാനിട വരും. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ തന്നെ ഉണ്ട്. അതായത് പിശാച് ഉപദ്രവിക്കുമെന്നുള്ളത്. പിശാച് എങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞത്? അതായത് പിശാചിന്റെ പ്രവേശനത്തെ തടയാൻ മതിയാവുന്ന ആശ്രമ ഭിത്തികളോ അവന് ചെന്നെത്താൻ കഴിയാത്ത വിധം വിദൂരമായ അരണ്യ ആശ്രമങ്ങളോ ഒന്നുമില്ല. വേറെന്നോട് ഞാൻ പറയാം, ഇങ്ങനെ സംഭവിക്കാൻ കർത്താവ് അനുവദിക്കുന്ന ഒരുപക്ഷെ മറ്റുള്ളവർക്കെല്ലാം ദൈവം എന്നോണം പ്രതിഷ്ഠിക്കുവാൻ അവിടുന്ന് ഉദ്ദേശിക്കുന്ന ആത്മാവിന്റെ നടത്ത ഒന്ന് പരീക്ഷിച്ചു നോക്കാനുമായിരിക്കാം. അവൾ ദുഷ്ടയാകാനാണ് പോകുന്നതെങ്കിൽ ആരംഭത്തിൽ അങ്ങനെ ആയിക്കൊള്ളുകയാണ് ഭേദം. മറ്റനേകരുടെ നാശത്തിന് അവൾ കാരണമാകരുതല്ലോ. അവിടെ ഈ രണ്ട് മേഖലയിൽ നല്ല ജാഗ്രത എടുക്കണം. മതത്തെ പറയുകയാണ്, സ്വന്തം ഇഷ്ടത്തിന്റെ വഴി ഒരിക്കലും പോകരുത്.
സ്വന്തം ഇഷ്ടം ഉപേക്ഷിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കണം. ദൈവത്തിന്റെ ഇഷ്ടത്തിന് തന്നെ വിട്ടുകൊടുക്കാവൂ. സാത്താൻ വളരെ സൂക്ഷ്മമായിട്ട് കെണി വെച്ചുകൊണ്ട് വരും അങ്ങനെ മാറ്റിക്കൊണ്ട് പോകാൻ. അത് നമ്മൾ അനുവദിച്ച് കൊടുക്കരുത്, ജാഗ്രത എടുക്കണം. എവിടെയെങ്കിലും ഇങ്ങനത്തെ പരീക്ഷ ഉണ്ടാകാനായിട്ട് ദൈവം അനുവദിക്കുന്നത് നമ്മൾ എന്തുമാത്രം സ്ട്രോങ് ആയിട്ട് ദൈവത്തിന് വിശ്വസ്ത പുലർത്താൻ തയ്യാറാണ്, ജാഗ്രത എടുക്കുമെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം മുന്നോട്ട് ഇനിയും കയറി വന്നു കഴിഞ്ഞിട്ട് പിന്നെ സ്വന്തം ഇഷ്ടമായിട്ട് പോകാനാണ് ഇടവരുന്നതെങ്കിൽ അത് വലിയ ഇടർച്ചയും ദുരന്തവുമാകും. അങ്ങനെയുണ്ട് മുന്നോട്ട് പോകണ്ട. അതുകൊണ്ടാണ് ഈ പരീക്ഷണങ്ങളും ദൈവം അനുവദിക്കുന്നത്. സാത്താൻ വന്ന് പ്രേരിപ്പിക്കാനും ഇണിവെക്കാനൊക്കെ ദൈവം കുറച്ച് അവസരം കൊടുക്കുന്നതും അതുവഴി നമ്മൾ തമ്പുരാനെ വിശ്വസിക്കാവുന്നവരാണെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മദ്രസ്യ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശുമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.